കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, ഈ ഒരു മാട്രസിന് 15 വർഷമാണ് വാറന്റി പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ല കാലവും ഈ ഒരു മാട്രസിന് വാറന്റി കിട്ടും, അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു എമ മാട്രസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് നല്ല പാക്കേജിങ്ങിലാണ് എമ മാട്രസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വലിയ സൈസായിട്ടുള്ളൊരു മാട്രസ് ആണെങ്കിൽ പോലും കംപ്രസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ അകത്ത് നമുക്കൊരു എമ മാട്രസിൻ്റെ തന്നെ ചെറിയൊരു കിറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു മാട്രസ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ആയിട്ടൊരു നൈഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നൈഫിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെത്തയ്ക്ക് ഒരു കേടുമില്ലാതെ നമുക്ക് കീറി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും നമ്മളുടെ അൺബോക്സിങ് നൈഫ് നമുക്ക് ഇവിടെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മാട്രസ്. കംപ്രസ്ഡ് ഫോമിലാണ് കേട്ടോ. നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈബ്രിഡ് മാട്രസ് ആണ്. ഹൈബ്രിഡ് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ മാട്രസ് എന്ന് പറയുന്നത്. നന്നായിട്ട് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലൊരു വലിയൊരു മെത്തയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആയിട്ട് ഇവർ തന്നിട്ടുള്ള ടൂള് തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാം. ഈ ഒരു ടൂള് കണ്ടോ, നമ്മുടെ മെത്ത കീറാതിരിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പഞ്ച് ചെയ്യുക. സോ അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ വലുതായിട്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിത് ബെഡിലിട്ടതിന് ശേഷം ഇത് പൊട്ടിക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മാട്രസ് തുറക്കാം. ഈ ഒരു മാട്രസ് ഇങ്ങനെ തുറന്ന് അതൊന്നും ഫില്ലായി വരാൻ വേണ്ടിയിട്ട് ഏകദേശം 5 മണിക്കൂറോളം എടുക്കും കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്തായാലും ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ ഒരു മെത്ത എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ തരാൻ കഴിവുള്ള ഒരു മെത്ത കൂടിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ട് പലതരത്തിലുള്ള ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു മെത്ത ഒരു കംഫർട്ടായിട്ടുള്ള ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെത്തയിൽ 6 ലെയറുകളുണ്ട്. 6 ലെയറുകളും പല വിധത്തിലുള്ള മെറ്റീരിയലുകളുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു അൾട്ടിമേറ്റ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എല്ലാ ലെയറുകളും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തെ ടെക്സ്ചർ അടിപൊളിയാണ് കേട്ടോ. നൈസ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ആൻറ്റി സ്ലിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിലുള്ളൊരു ഡോട്ട് പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് 6 ലെയറുകളുണ്ട്. ആദ്യം കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന ലെയർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അൾട്രാ ഡ്രൈ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു ടോപ്പ് കവറാണ് മെത്തയുടെ ആദ്യം കാണുന്ന ഒരു ലെയർ എന്ന് പറയുന്നത്. ഇത് ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനനുസരിച്ച് നമുക്കാണ് ആ ഒരു ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ഒരു ഹൈപ്പർ സോഫ്റ്റ് കംഫർട്ട് ലെയർ എന്ന് പറയുന്ന സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ബ്രീത്തബിൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോഷൻ ഐസൊലേഷനൊക്കെ ഈ ഒരു പാർട്ടിലാണ് നടക്കുന്നത്. അതായത് മെത്തയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു മോഷൻ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാത്തത് ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് അത് ഓർത്തോ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക്കലി നമ്മളുടെ ശരീരത്തിനനുസരിച്ചുള്ള ഒരു എർഗോണമിക്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ലെയറാണ്. പിന്നെ നാലാമതായിട്ടുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ കംഫി ആയിട്ടുള്ളൊരു ഫീലും ആ ഒരു റെസ്പോൺസീവ്നെസ് ഒക്കെ ആ ഒരു മാട്രസിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലെയറാണ് നാലാമത്തെ ലെയർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു എഡ്ജ് സപ്പോർട്ടാണ്. ഈ ഒരു എഡ്ജ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെത്തയുടെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമ്മൾ ഒരു ബെഡിൻ്റെ സൈഡിലൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാതെയും അതുപോലെ തന്നെ ആ ഒരു മൊത്തം സ്ട്രക്ചറിനെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു എഡ്ജ് സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ആറാമത്തതും സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഒരു സപ്പോർട്ട് ലെയറാണ് ഈ ഒരു മെത്തയിൽ വരുന്നത്. ടോട്ടലി അടിഭാഗത്തേക്കായിരിക്കും കൂടുതൽ വെയിറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു വെയിറ്റൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ലെയറാണ് ആറാമത്തെ ലെയർ എന്ന് പറയുന്നത്. ഓവറോൾ ഈ ഒരു മെത്ത എന്ന് പറയുന്നത് വളരെ കംഫി ആയിട്ടുള്ള മെത്തയാണ്. നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് പോലും നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കംഫി ആയിട്ടുള്ള മെത്തകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എമ ജർമ്മനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എമ മാട്രസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് പാക്കേജിൽ ഈസി ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു ഡെലിവറി കൂടെ ആയിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നോ കോസ്റ്റ് EMI ഓപ്ഷൻസ് ഒക്കെ ഇവർക്കുണ്ട്. പിന്നെ 15 വർഷത്തെ വാറൻറ്റി EMI കൊടുക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100 ദിവസത്തെ ഫ്രീ ട്രയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 100 ദിവസം ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വന്ന് തന്നെ മെത്ത എടുത്തുകൊണ്ട് പോയിക്കോളും. നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും
മെത്തേഡ് നോക്കുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നോക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊരു വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.